ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ. ഈ ട്രംപ് എപ്പോഴും പറയുന്നതാണ് ഒരു സമവായത്തിലേക്ക് പോകുന്നുണ്ട്, ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അതൊക്കെ ഒരു പാഴ്വാക്കാവുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നിലവിലും അതുതന്നെയാണ് അവസ്ഥ. എന്തായാലും യുറേനിയം കൈമാറുമെന്നൊക്കെ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ ഇറാന്റെ പ്രതികരണവും വരുന്നുണ്ട്. അത്തരത്തിലുള്ള കൈമാറ്റം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ഘട്ട ചർച്ച കൂടി നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ചർച്ചയിലെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു യുദ്ധ സാഹചര്യം ഏത് തരത്തിൽ ഇനി നീങ്ങാനാണ് സാധ്യത? അതായത് യുദ്ധം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ള ബോധ്യം ട്രംപിനുണ്ട്. എന്നാൽ അത് ഭീഷണിപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ താളത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ ചെയ്യണം. അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക, ചീത്ത വിളിക്കുക എന്നും പറയുക അദ്ദേഹത്തിന് അതുകൊണ്ട് അത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് പറയാൻ കഴിയില്ല. അത് ഇറാന്റെ ഭരണകൂടം നമുക്കറിയാവുന്ന പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. എങ്കിലും അവരിപ്പോഴും ശക്തമാണ്. അവർക്ക് ചെറിയ തോതിലെങ്കിലും തിരിച്ചടിക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ മുഴുവൻ ഭീഷണിക്ക് ഇറാൻ വഴങ്ങാനിടയില്ല. അപ്പൊ വഴങ്ങാനിടയില്ലാത്തടത്ത് ഈ യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിക്കാനും അത്ര എളുപ്പമല്ല. കാരണം ഇസ്രായേലിന് അവരുടെ താല്പര്യങ്ങളുണ്ട്, അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇതിൽ നിന്ന് ഊരാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക. പക്ഷെ അവർ ഉദ്ദേശിച്ച പോലൊന്നും നമ്മൾ പരമാവധി 2 ആഴ്ച അല്ലെ 3 ആഴ്ച 1 മാസത്തിനപ്പുറത്തോട്ട് യുദ്ധം നീളില്ല എന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പം യുദ്ധം വെടിനിർത്തലിന് ശേഷവും വീണ്ടും ഒരു പരിഹാരമില്ലാതെ തുടരുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധത്തിന്റെ ഒരു പ്രതിസന്ധി നമുക്കറിയാം. എണ്ണ വില കൂടി, പ്രകൃതിവാതക വില കൂടി. ഇന്ത്യയിലടക്കം നമുക്ക് സാധാരണ കൊച്ചു ഗ്രാമങ്ങളിലും ടൗണുകളിലും പോലും നമ്മുടെ ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. പല സാധനങ്ങളും ഹോട്ടലുകൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. വില കൂടി 1000 രൂപ. ഈ 28-ാം തീയതി ഇലക്ഷൻ കഴിയുന്നതോടെ തീർച്ചയായിട്ടും വില കൂട്ടും. ബാക്കി എല്ലാത്തിൻ്റെ ഏവിയേഷൻ ഫ്യൂവലിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെ ഒക്കെ വില വലിയ തോതിൽ കൂട്ടിക്കഴിഞ്ഞു. ഇനി അത് എന്തും ഒരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ ആകെ നയിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു തുടർച്ച പരിഹാരം ഉണ്ടായാൽ പോലും, ഒരു തൽക്കാലത്തെ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സമവായത്തിന്റെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? കാരണം അമേരിക്കയാണ്, ട്രംപിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു രീതിയിലുള്ള ചർച്ചയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും നമ്മൾ ഇതുവരെയും കേട്ടിട്ടുമില്ല. ഇസ്രയേലിനും നെതന്യാഹുവിനും യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം അവർക്ക് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് നിൽക്കുന്ന ഇറാനെയും അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ ഹിസ്ബുള്ള അടക്കമുള്ള മറ്റ് തീവ്ര ഗ്രൂപ്പുകളെയും ഇസ്ലാമിക് ഗ്രൂപ്പുകളെയും നമുക്കറിയാം. ഹമാസിനെതിരെ അവര് വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ ഗാസ മുനമ്പിൽ നടത്തിയ വലിയ ആക്രമണം, അതിനുശേഷമാണ് ഇത് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിന് ഇതൊരു യുദ്ധം കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യം കാണും. പക്ഷെ അമേരിക്കയുടെ ഈ ഒരു കാര്യം പ്രവചിക്കാനാവാത്ത ഒരു പ്രസിഡന്റാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നും ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നത് ഇസ്രായേൽ എന്തായാലും അമേരിക്ക പറയുന്നതിന് അപ്പുറത്തോട്ട് ആത്യന്തിക തീരുമാനം അമേരിക്കയോടൊപ്പം തന്നെ നിൽക്കും. അതാണ് വ്യത്യാസം. അമേരിക്ക നിർത്തിയാൽ ഇസ്രായേൽ 2 ദിവസം കൂടെ കൂടി വന്ന് ആക്രമിക്കും. അത് കഴിഞ്ഞാൽ അവരും നിർത്തും. ശരി, വളരെ നന്ദി സർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.